भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണി ദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർദ്ധ അധ അശീതിതമോऽധ്യായ. രാജോവാച ഭഗവൻ യാനി ചാന്യാനി മുകുന്ദസ്യ മഹാത്മന വീര്യാണ്യനന്തവീര്യസ്യ ശ്രോതുമിച്ഛാമഹേ പ്രഭോ. കോ नु ശ്രുത്വാ സകൃൽബ്രഹ്മൻ ഉത്തമശ്ലോകസൽക്കഥാ വിരമേത വിശേഷജ്ഞോ വിഷണ്ണ കാമമാർഗണൈഃ. സാ വാഗ്യയാ തസ്യ ഗുണാൻ ഗൃണീതേ കരൗ ച തൽകർമ്മ കരൗ മനശ്ച സ്മരേദ്വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തൽപുണ്യകഥാ സകർണ്ണ. ശിരസ്തു തസ്യോഭയലിംഗമാനമേൽ തദേവയൽ പശ്യതി തദ്ധി ചക്ഷു അംഗാനി വിഷ്ണോരഥതജ്ജനാനാം പാദോദകം യാനി ഭജന്തി നിത്യം. സൂത ഉവാച വിഷ്ണുരാതേന സംപൃഷ്ടോ ഭഗവാൻ ബാദരായണി വാസുദേവേ ഭഗവതി നിമഗ്നഹൃദയോ ബ്രവീൽ. ശ്രീശുക ഉവാച കൃഷ്ണസ്യാസീൽ സഖാ കശ്ചിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ. യദൃച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമി തസ്യ ഭാര്യാ കുചൈലസ്യ ക്ഷുക്ഷാമാ ച തഥാവിധാ. പതിവ്രതാ പതിം പ്രാഹ മ്ലായതാവദനേന സാ ദരിദ്രാസീദമാനാ സാ വേപമാനാഭിഗമ്യ ച
നനു ബ്രഹ്മൻ ഭഗവത സഖാ സാക്ഷാൽ ശ്രിയപ്പതി ബ്രഹ്മണ്യശ്ച ശരണ്യശ്ച ഭഗവാൻ സാത്വതർഷഭ തമുപൈഹി മഹാഭാഗ സാധൂനാം ച പരായണം ദാസ്യതി ദ്രവിണം ഭൂരി സീദതേ തേ കുടുംബിനി ആസ്തേധുനാ ദ്വാരവത്യാം ഭോജവൃഷ്ണ്യന്ധകേശ്വര സ്മരത പാദകമലമാത്മാനമപി യക്ഷതി കിം അർത്ഥകാമാൻ ഭജതോ നാത്യഭീഷ്ടാൻ ജഗദ്ഗുരു ഹരേ സയേവം ഭാര്യയാ വിപ്രോ ബഹുശ പ്രാർത്ഥിതോ മൃദു അയം ഹി പരമോ ലാഭ ഉത്തമശ്ലോകദർശനം ഇതി സഞ്ചിന്യ മനസാ ഗമനായ മതിം ദധേ അപ്യസ്ത്യുപായനം കിഞ്ചിൽ ഗൃഹേ കല്യാണി ദീയതാം യാചിത്വാ ചതുരോ മുഷ്ടീൻ വിപ്രാൻ പൃഥുകതണ്ഡുലാൻ ചൈലഖണ്ഡേന താൻ ബദ്ധ്വാ ഭർത്രേ പ്രാദാദുപായനം സതാനാദായ വിപ്രാഗ്ര്യ പ്രയയൗ ദ്വാരകാം കില കൃഷ്ണസന്ദർശനം മഹ്യം കഥം സ്യാദിതി ചിന്തയൻ ത്രീണി ഗുൽമാന്യതീയായ തിസ്രകക്ഷാശ്ച സദ്വിജ വിപ്രോഗമ്യാന്ധകവൃഷ്ണീനാം ഗൃഹേഷ്വച്യുതധർമ്മിണാം ഗൃഹം ദുഷ്ടസഹസ്രാണാം महिषीणां हरेर्द्विज विवेशैकतमं श्रीमद् ब्रह्मानन्दं गतो यथा तं विलोक्याच्युतो दूराल् प्रिया पर्यङ्गमास्थिता सहसोद्धाय चाभ्येत्य दोर्भ्यां पर्यग्रहीन् मुदा सख्युप्रियस्य विप्रर्षेरङ्गसङ्गादिनिर्वृता प्रीतो व्यमुञ्जत बिन्दून् नेत्राभ्यां पुष्करे क्षण अधोपवेश्य पर्यङ्गे स्वयं सख्युसमर्हणम् उपहृत्यावनिज्यास्य पादौ पादावने जनी अग्रहीच्छिरसाराजन् भगवां लोकपावन व्यलिम्बल् दिव्यगन्धेन चन्दना गुरुकुङ्कुमै धूपैः प्रदीपावलिभिर्मुदा अर्चित्वा वेद्यताम्बूलं गां च स्वागतमब्रवील्कुचैलं मलिनं क्षामं द्विजं धमनि सन्दतं देवी पर्यचरल् साक्षात् चामरव्यजनेन वै अन्तःपुरजनो दृष्ट्वा कृष्णेनामलकीर्तिना विस्मितो भूततिप्रीत्या अवधूतं सभाजितं किमनेन कृतं पुण्यम् अवधूतेन भिक्षुणा श्रियाहीनेन लोकेऽस्मिन् गर्हितेनाधमेन च योऽसौ त्रिलोकगुरुणा श्रीनिवासेन संभृता
പര്യങ്കസ്ഥാം ശ്രിയം ഹിത്വാ പരിഷ്യക്തോഗ്രജോ യഥാ കഥയാംശ്ചക്രതുർഗാഥ പൂർവാ ഗുരുകുലേ സതോ ആത്മനോർലളിതാരാജൻ കരൗ ഗൃഹ്യ പരസ്പരം ശ്രീഭഗവാനുവാച അപി ബ്രഹ്മൻ ഗുരുകുലാദ്ഭവതാ ലബ്ധദക്ഷിണാൽ സമാവൃത്തേന ധർമ്മജ്ഞ ഭാര്യോഢാ സദൃശീ നവാ പ്രായോ ഗൃഹേഷു തേ ചിത്തമകാമവിഹതം തഥാ നൈവാതിപ്രീയസേ വിദ്വൻ ധനേഷു വിദിതം ഹി മേ കേചിൽ കുർവന്തി കർമാണി കാമൈരഹത ചേതസ ത്യജന്ത പ്രകൃതിർദൈവീർ യഥാഹം ലോകസംഗ്രഹം കച്ചിൽ ഗുരുകുലേ വാസം ബ്രഹ്മൻ സ്മരസി നൗ യഥാ ദ്വിജോ വിജ്ഞായ വിജ്ഞേയം തമസ പാരമശ്നുതേ സ വൈ സൽക്കർമ്മണാം സാക്ഷാൽ ദ്വിജാദേരിഹ സംഭവ ആദ്യോങ്കയത്രാശ്രമിണാം യഥാഹം ജ്ഞാനദോ ഗുരു നന്വർത്ഥകോവിദാ ബ്രഹ്മൻ വർണ്ണാശ്രമവദാമിഹ യേ മയാ ഗുരുണാ വാചാ തരന്ത്യഞ്ചോ ഭവാർണവം നാഹമിജ്യാ പ്രജാതിഭ്യാം തപസോപശമേന വാ തുഷ്യേയം സർവഭൂതാത്മാ ഗുരുശുശ്രൂഷയാ യഥാ അപി ന സ്മര്യത്തെ ബ്രഹ്മൻ വൃത്തം നിവസതാം ഗുരൗ ഗുരുദാരൈശ്ചോദിതാനാമിന്ധനാനയനേ ക്വചിൽ പ്രവിഷ്ടാനാം മഹാരണ്യമവർത്തൗ സുമഹദ്വിജ വാദവർഷമഭൂത്തീവ്രം നിഷ്ഠുരാസ്തനൈത്നവ സൂര്യശ്ചാസ്തം ഗതസ്താവൽ തമസാ ചാവൃതാ ദിശ നിമ്നം കൂലം ജലമയം ന പ്രാജ്ഞായത കിഞ്ചന വയം ഭൃശം തത്ര മഹാനിലാംബുഭിർ നിഹന്യമാനാ മുഹുരംബു സംപ്ലവേ ദിശോ വിദന്തോധ പരസ്പരം വനേ ഗൃഹീതഹസ്താ പരിബഭ്രിമാതുരാഃ ഏതദ്വിദിത്വാ ഉദിതേ രവൗ സാന്ദീപനിർഗുരു അന്വേഷമാണോ നശിഷ്യാനാചാര്യോ പശ്യതാതുരാൻ അഹോ ഹേ പുത്രകാ യൂയമസ്മദർത്ഥേതി ദുഃഖിതാ ആത്മാവൈ പ്രാണിനാം പ്രേഷ്ഠസ്തമനാദൃത്യ മൽപര ഏതദേവ ഹി സശിഷ്യൈ കർത്തവ്യം ഗുരുനിഷ്കൃതം യദ്വൈ വിശുദ്ധഭാവേന സർവാർത്ഥാത്മാർപ്പണം ഗുരു തുഷ്ടോഹം ഭോ ദ്വിജശ്രേഷ്ഠ സത്യാ സന്തു മനോരഥാ ഛന്ദാംസ്യയാതയാമാനി ഭവന്ദ്വിഹ പരത്ര ച ഇദ്ധം വിധാന്യനേകാനി വസതാം ഗുരുവേശ്മസു ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ ബ്രാഹ്മണ ഉവാച കിമസ്മാഭിരനിർവൃത്തം ദേവദേവ ജഗൽഗുരോ ഭവതാ സത്യകാമേന യേഷാം വാസോ ഗുരാവഭുൽ യസ്യ
ഛന്ദോമയം ബ്രഹ്മ ദേഹ ആവപനം വിഭോ ശ്രേയസാം തസ്യ ഗുരുഷു വാസോത്യന്തവിഡംബനം. ശ്രീഹരയേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ ശ്രീരാമചരിതം നാമ അശീതിതമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ചോദിച്ചില്ല കുചേലനൊന്നും അവിടുത്തോടെങ്കിലും നിന്മനം ഖേദം പൂണ്ടറിവാർന്ന പൂമകളുടൻ ചേർന്നു സുധാമാലയം മോദാലെന്നു കൊടുത്തു. സർവസുഖസമ്പത്തും വിശേഷാൽ മധോന്മാദം കൊള്ളരുതെന്നു നീ സകരുണം. ത്വദ്ഭക്തിയും കേവലം. അഴലിൻ്റെ അവിലുമായണയുമ അന്തണൻ അജിതഹരേയെന്നു ചൊല്ലിയപ്പോ ആനന്ദബാഷ്പം പൊഴിച്ചിനാൻ കണ്ണനും ആലിംഗനം ചെയ്തു മോദമോടെ. അഗ്രജനുള്ളോര സിംഹാസനം തന്നിൽ അന്തണഭക്തനു സ്ഥാനമേകി ആ ഭക്തപാദത്തെ മെല്ലെ കഴുകിനാൻ. ആ തീർത്ഥം കണ്ണൻ ശിരസിലേറ്റി. ജലഗന്ധപുഷ്പവും ധൂപദീപാദിയും ജലജേക്ഷണൻ ഭക്ത്യ നൽകിയിടവേ ജലമോരു വർഷമായി കണ്ണിൽ നിറയവേ ജന്മലാഭത്തെ അറിഞ്ഞു വിപ്രൻ. അന്തപുരത്തിലെ ശ്രീകൃഷ്ണ പത്നിമാർ അമ്പരപ്പോടന്നു നിന്ന നേരം അച്യുതൻ മെല്ലവേ ചൊല്ലുന്നു അക്ഷണം. അറിയുക ഈ ദേഹം എൻ്റെ ഭക്തൻ എന്തുമെനിക്കേകു ഭക്തി പുരസരം എന്നു ചൊല്ലിടിനാൻ ദ്വാരകേശൻ. എന്തു ചെയ്തിടുമെന്നറിയാതെ ബ്രാഹ്മണൻ ഏറ്റം ഭ്രമിച്ചു മുഖം കുനിച്ചു. അവിലിൻ്റെ പൊതിയപ്പോൾ തട്ടിപ്പറിച്ചു അലിവോടെ ദേവൻ അനുഗ്രഹിച്ചു.
അനുഗ്രഹിച്ചു. ഭഗവാനു ഭക്തനിൽ ചേർന്നു രമിച്ചു. ഭക്തനു ഭഗവാനിൽ ചേർന്നു രമിച്ചു. ഭക്തിപൂർവം കഥ ഞാനുരച്ചു. ശ്രീകൃഷ്ണനെ ഞാൻ നമസ്കരിച്ചു. എൻ്റെ ദ്വാരകാധീശനെ ഞാൻ നമിച്ചു. ശ്രീകൃഷ്ണനെ ഞാൻ നമസ്കരിച്ചു. എൻ്റെ ദ്വാരകാധീശനെ ഞാൻ നമിച്ചു. ബ്രാഹ്മണ പാദത്തിൽ വീണു നമിച്ചു ഞാൻ. ബ്രഹ്മാനുഭൂതി അനുഭവിച്ചു. അച്യുത ഹരേ കൃഷ്ണ അച്യുത ഹരേ കൃഷ്ണ അച്യുത ഹരേ കൃഷ്ണ അച്യുത ഹരേ അച്യുത ഹരേ കൃഷ്ണ അച്യുത ഹരേ കൃഷ്ണ അച്യുത ഹരേ കൃഷ്ണ അച്യുത ഹരേ അച്യുത ഹരേ കൃഷ്ണ അച്യുത ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഉണ്മാനില്ലാഞ്ഞൊരു നാളൊരു പിടിയവിലും കൊണ്ടു ചെന്നാൻ കുചേലൻ. സമ്മാനിച്ചങ്ങിരുത്തി ത്രിഭുവന പെരുമാളാദരാൽ ചോറു നൽകി. സമ്മോദം പൂണ്ടിരുന്നാൻ മുരഹരനവിലും തിന്നുപോരും ദശായാം. ബ്രഹ്മാനന്ദം കുചേലൻ അനവധി ധനവും നൽകിനാൻ നന്ദസൂനു. ഭഗവാന്റെ ഭക്തവാത്സല്യത്തിൻ്റെ ഏറ്റവും പുണ്യം നിറഞ്ഞ ധന്യതയാർന്ന കഥ കുചേലവൃത്തമെന്നും സുദാമാചരിതമെന്നും ഒക്കെ അറിയപ്പെടുന്ന പൃഥുഗോപാഖ്യാനം എന്നും അറിയപ്പെടുന്ന അതിസുന്ദരമായ കഥ. ആ കഥാസന്ദർഭത്തെയാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അതിനുശേഷം മാധവമുരളിക എന്ന ഗ്രന്ഥത്തിലെ ഒരു കീർത്തനം അഴൽപ്പൊതി ഇത് അവിൽപ്പൊതി, അതും പാടി സമർപ്പിച്ചു. ആ കീർത്തനത്തിന് മുന്നോടിയായിട്ട് ചൊല്ലിയ ശ്ലോകം എൻ്റെ അച്ഛൻ മൂർക്കന്നൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെ പുഷ്പാഞ്ജലി എന്ന കവിതാസമാഹാരത്തിലെ ഒരു ശ്ലോകമാണ്. ഇപ്പോൾ ഈ പാരായണത്തിൻ്റെ തുടക്കത്തിൽ ചൊല്ലിയ ശ്ലോകം എത്രയോ കാലം മുമ്പ് തന്നെ പ്രചുര പ്രചാരം കിട്ടിയ വളരെ വിശേഷമായിട്ടുള്ള ഒരു ശ്ലോകം. ഇവിടെ 80, 81 എന്നീ അധ്യായങ്ങളിൽ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 2 അധ്യായങ്ങളിലൂടെയാണ് ആ 2 സ്നേഹിതന്മാരുടെ കഥ, ഭക്തന്റെയും ഭഗവാന്റെയും കഥ അതിഭംഗിയായി 2 പേർ പരസ്പരം പങ്കുവെച്ചത്. അത് പരീക്ഷിത്തും ശ്രീശുബ്രഹ്മർഷിയും. അതിനെയാണ് നമുക്കിതാ ഇന്ന് അനുസ്മരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 692 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെയും ആ ഭഗവാന്റെ കാരുണ്യം നമ്മൾ അനുഭവിക്കുന്നു. പാരായണം ചെയ്തു, സമർപ്പിച്ചു, അതിനെക്കുറിച്ച് അനുസ്മരിക്കുക. അതിൻ്റെ തുടക്കത്തിൽ പരീക്ഷിത്ത് പറയുകയാണ്,
ഭഗവൻ യാനി ചാന്യാനി മുകുന്ദസ്യ മഹാത്മന വീര്യാണ്യനന്ദവീര്യസ്യ ശ്രോതുമിച്ഛാമി ഹേ പ്രഭോ. ഹേ പ്രഭോ, അല്ലയോ പ്രഭുവായുള്ളവനെ, സർവജ്ഞനായിരിക്കുന്ന ശ്രീശിവബ്രഹ്മർഷേ, അനന്തവീര്യസ്യ മഹാത്മന മുകുന്ദസ്യ, അവസാനമില്ലാത്ത വീര്യം, ആ അന്തമില്ലാത്ത പരാക്രമങ്ങളോടുകൂടിയ മുകുന്ദന്റെ, മുക്തിയെ നൽകുന്ന ആ ഭഗവാന്റെ, മുക്തിം ദദാതി ഇതി മുകുന്ദ, അങ്ങനെയുള്ള മഹാത്മനഃ, മഹാത്മാവായിരിക്കുന്ന മുകുന്ദന്റെ അന്യാനി വീര്യാണി യാനി, അന്യങ്ങളായ വീര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെ, താനി അവയെ, ശ്രോതുമിച്ഛാമി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഹേ ഭഗവൻ. അവിടെ ശ്രീശിവബ്രഹ്മർഷിയെ വിളിക്കുകയാണ്. ബലരാമന്റെ കഥകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടത്. അപ്പൊ കൃഷ്ണകഥകൾ കേൾക്കാനുള്ള വലിയ താല്പര്യം ശ്രീശിവബ്രഹ്മർഷിയിൽ ഉണ്ടായി. അനന്തന്റെ കഥകൾ കേട്ടപ്പോൾ ആനന്ദസ്വരൂപിയായ അനന്തവീര്യത്തോടുകൂടിയ ശ്രീകൃഷ്ണന്റെ കഥകൾ കേൾക്കാനുള്ള ആഗ്രഹം. ശ്രീകൃഷ്ണൻ ദുർജന സംഹാരത്തിലൂടെ സജ്ജനങ്ങൾക്ക് സുഖത്തെ നൽകി. അതോടൊപ്പം തന്നെ അവരെ നേരിട്ട് ഭഗവാൻ ചെന്ന് അനുഗ്രഹിക്കുക, നേരിട്ട് അനുഗ്രഹിക്കുന്ന കഥകൾ ആരംഭിക്കുകയാണ് ഇവിടെ. ശ്രീരാമാവും കൃഷ്ണനും ഗുരുകുലത്തിൽ വസിച്ച കഥ, ശ്രീരാമാചരിതം എന്നാണ് ഭാഗവതം 80-ാമത്തെ അധ്യായത്തിന് പറയണത്. എന്നാൽ നമ്മൾ പ്രചുര പ്രചാരം കിട്ടിയ വാക്ക് സുദാമ എന്നാണ്. സുദാമം കൊണ്ട്, നല്ല കയറുകൊണ്ട് ഭഗവാനെ കെട്ടിയിട്ട ആള്, അങ്ങനെ ആവാം. ഭാഗവതത്തിൽ സുദാമ എന്ന് കാണുന്നതായിട്ട് അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഈ ഉള്ളവന്റെ പരിമിതമായ അറിവുകൊണ്ടാവാം. എന്നാൽ കുചേലൻ എന്ന് നമ്മൾ പ്രത്യേകിച്ചും മലയാളികൾ കൂടുതൽ പറയാറുണ്ട്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി തന്നെ തൻ്റെ ആ കാവ്യസബര്യയുടെ ഈ ഭാഗം വരുന്ന സമയത്ത് കുചേലവൃത്തം എന്ന് തന്നെയാണ് പേര്. കഥകളിയിലും കുചേലവൃത്തം തന്നെയാണ്. കുചേലനാമാഭവതസ്തീർത്ഥ്യതാം ഗതസ്സ സാന്ദീപനി മന്ദിരേ എന്ന് തുടങ്ങുകയാണ് അവിടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. ഇവിടെ പറയുകയാണ്, അളവറ്റ വീര്യത്തോടു കൂടിയ ഭക്തന്മാരുടെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്ന, അവർക്ക് മുക്തിയെ നൽകുന്ന ഭഗവാന്റെ കഥകൾ, എന്തൊക്കെ വീര്യങ്ങളാണ് ഭഗവാൻ കാണിച്ചത്, അതിനെ ശ്രോതുമിച്ഛാമി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാ? കോനു ശ്രുത്വാ സകൃൽ ബ്രഹ്മൻ ഉത്തമ ശ്ലോക സൽക്കഥ വിരമേത വിശേഷജ്ഞോ വിഷണ്ണ കാമമാർഗണൈ. കാമമാർഗണൈ, ആ വിഷയങ്ങളുടെ അന്വേഷണം, കാമന്റെ, മന്മഥന്റെ മാർഗണൈ, ബാണങ്ങളെ കൊണ്ട്, വിഷണ്ണ, വിഷാദം വന്നിരിക്കുന്ന, വിശേഷജ്ഞ, സാരജ്ഞനായ ഒരാള്, ഹേ ബ്രഹ്മൻ, ഉത്തമ ശ്ലോക സൽക്കഥ അസകൃൽ ശ്രുത്വ വിരമേത. ഉത്തമ ശ്ലോകന്റെ ആ സത്യമായ കഥകളെ പലവട്ടം കേട്ടാലും മതി എന്ന് മടങ്ങുമോ, മതി എന്ന് വിചാരിക്കുമോ അവര്? ഒരിക്കലും ഇല്ല എന്നാണ് പറയണത്. ഇത്ര കേട്ടില്ലേ, മതിയായില്ലേ പരീക്ഷിത്ത എന്നാണെങ്കിൽ ഇല്ല എന്ന് കൃഷ്ണാവതാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവിടെ പറഞ്ഞു വധവിസ്തരാൽ എന്നാണ്. അങ്ങയ്ക്കും ഞാൻ പറയുന്ന ഈ അഭിപ്രായം സമ്മതമാവും എന്നാണ്. ഹേ ബ്രഹ്മൻ, എല്ലാം അറിയുന്നവൻ, അങ്ങും അങ്ങനെ തന്നെയാവും. അങ്ങക്ക് പറഞ്ഞിട്ടും മതിയാവണുണ്ടാവില്ല, എനിക്ക് കേട്ടിട്ടും മതിയാവണില്ല. വിഷയസുഖങ്ങൾ അന്വേഷിച്ചലയുന്ന ആളുകൾക്ക് ആ സുഖം കിട്ടാതെ വീണ്ടും സുഖത്തെ അന്വേഷിച്ച് വിഷാദിക്കുമ്പോൾ അറിഞ്ഞ ഒരാൾക്ക്, ഈശ്വരനെ അറിഞ്ഞൊരാൾക്ക് എങ്ങനെയാണ് ആ ജ്ഞാനാന്ധകാരത്തെ ഇല്ലാതെയാക്കി വിജ്ഞാനത്തിന്റെ ആനന്ദത്തിന്റെ പരമകാഷ്ഠയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഭഗവാന്റെ കഥകളിൽ തൃപ്തി വരിക എന്നാണ്. എത്ര കേട്ടാലും മതി എന്ന് വിചാരിക്കാൻ സാധിക്കണില്ല, ഒരിക്കലും മതി വരില്ല. അതുകൊണ്ട് ഇനിയും ആ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സവാഗ്യയാതസ്യ ഗുണാൻ ഗൃണീതേ കരൗ ച കരൗ മനശ്ച സ്മരേദ്വസന്തം സ്ഥിരജംഗമേഷു
ശൃണോതി തൽപുണ്യകഥാ സകർണ യയാ തസ്യ ഗുണാൻ ഗൃണീതേ. ഏതൊന്നുകൊണ്ടാണോ ആ ഭഗവാന്റെ ഗുണഗണങ്ങളെ കീർത്തിക്കുന്നത്, അതാണ് വാക്ക്. സാ വാക്ക്. തത് കർമ്മകരോ, ഭഗവാന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അതാണ് കരങ്ങൾ. സ്ഥിരജംഗമേഷു, സ്ഥിരങ്ങളിലും ജംഗമങ്ങളിലും. വസന്തം സ്മരേ, അവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ ആരാണോ സ്മരിക്കുന്നത്, മനഹാച, അതാണ് മനസ്സ്. തൽ പുണ്യകഥ ശൃണോതി, ആ ഭഗവാന്റെ പുണ്യകഥകളെ ആരാണോ കേൾക്കുന്നത് അതാണ് ശ്രോത്രം. അപ്പോ കണ്ണനെ കാണുന്ന കണ്ണാണ് കണ്ണ്, കണ്ണനെ സ്മരിക്കുന്ന മനസ്സാണ് മനസ്സ്, കണ്ണനെ കുറിച്ച് പാടുന്ന നാവാണ് നാവ്, അല്ലേ, വാക്കാണ് വാക്ക്. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രവൃത്തി, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സുമൊക്കെ എന്തു വേണം, അത് ശരിയായി ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ പ്രവർത്തിച്ചോളൂ. ഏതൊരു വാക്കിനാൽ ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണഗണങ്ങളെ നമുക്ക് വർണ്ണിക്കാൻ സാധിക്കുമോ അതാണ് യഥാർത്ഥ വാക്ക് എന്ന് മനസ്സിലാക്കുക. ഏതൊരു കൈ കൊണ്ടാണോ ഭഗവാന് കൈങ്കര്യം ചെയ്യാൻ സാധിക്കുന്നത്, ഭഗവാന് ദാസ്യം ചെയ്യാൻ സാധിക്കുന്നത്, അതാണ് യഥാർത്ഥമായിട്ടുള്ള കൈകൾ. സ്ഥാവരത്തിലും ജംഗമത്തിലും എല്ലാത്തിലും സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാന്റെ ദിവ്യമായ ആ ഭഗവാനെ, ആ ദിവ്യമായ സ്വരൂപത്തെ ആരാണോ സ്മരിക്കുന്നത് ആ മനസ്സാണ് മനസ്സ്. ഭഗവാന്റെ കഥകൾ കേൾക്കുന്ന കാതുകളാണ് യഥാർത്ഥ കാതുകൾ. പിന്നെയോ ശിരസ്തു തസ്യോഭയലിംഗമാനമേത് തദേവയൽ പശ്യതി തദ്ധി ചക്ഷു അംഗാനി വിഷ്ണോരഥ തജ്ജനാനാം പാദോദകം യാനി ഭജന്തി നിത്യം. പരീക്ഷിത്ത് പറയാണ്, യത് തസ്യ ഉഭയലിംഗം ആണമേൽ, യാതൊന്ന് ആ ഭഗവാന്റെ രണ്ടു തരത്തിലുള്ള സ്വരൂപത്തെയും സ്ഥിരങ്ങളായും അതേപോലെ ചരങ്ങളായും ഒക്കെ ഇരിക്കുന്ന ആ അവിടെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രതിമാരൂപങ്ങളായിട്ടുള്ള മൂർത്തികളെയും എല്ലായിടത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജ്ഞാനികളാകുന്ന ജംഗമമൂർത്തികളെയും, അപ്പൊ സ്ഥാവരമൂർത്തികളെയും ജംഗമമൂർത്തികളെയും ആരാണോ നമിക്കുന്നത് തത്തു ശിരഃ, അതാണ് ശിരസ്. യത് തദേവ, യാതൊന്ന് അത് തന്നെ രണ്ടു തരത്തിലുള്ള സ്വരൂപത്തെ പശ്യതി കാണുന്നുവെങ്കിൽ തദ്ഹി ചക്ഷു, അതാണ് ചക്ഷുസ് കണ്ണ്. അതേപോലെ വിഷ്ണോഹോ, വിഷ്ണുവിൻ്റെയും തജ്ജനാനാം, ഭഗവാന്റെ ദാസന്മാരുടെയും അല്ലെങ്കിൽ ഭഗവാന്റെ ജനങ്ങൾ, ഭഗവത് പരായണന്മാരായിട്ടുള്ള ആളുകൾ, അവരുടെ പാദോദകം പാദതീർത്ഥത്തെ നിത്യം യാനി ഭജന്തി, എപ്പോഴും ആരാണോ ഭജിക്കുന്നത് താനി, അതാണ് അംഗങ്ങൾ. അപ്പൊ ഭഗവാന്റെ രണ്ടു തരത്തിലുള്ള വിഗ്രഹങ്ങളെയും ആരാണോ നമസ്കരിക്കുന്നത്, രണ്ടു തരത്തിലുള്ള സ്വരൂപങ്ങളെ ആരാണോ കാണുന്നത്, ഭഗവാന്റെ പാദത്തിൽ നിന്നൊഴുകുന്ന ആ പാദ തീർത്ഥം, ആ പതിതപാവനിയായ ഗംഗ, ആ പുണ്യനദികളെയും അതേപോലെ ഭഗവത് ഭക്തന്മാരുടെ കാല് കഴുകിയ ജലത്തെയും ഏതവയവങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ടോ അതാണ് യഥാർത്ഥ അവയവങ്ങൾ മനുഷ്യൻ്റെതാണ്. അപ്പൊ സകല ഇന്ദ്രിയങ്ങളെയും, ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും അതോടൊപ്പം മനസ്സിനെയും ആ 11നെയും ഭഗവാനിലേക്ക് തിരിച്ചു വെക്കണം. ഭഗവാൻ നൽകിയിരിക്കുന്ന കരചരണാദി അവയവങ്ങൾ ഭഗവത് സമർപ്പണത്തിനു വേണ്ടി മാറ്റാൻ സാധിക്കണം. അങ്ങനെ ഭഗവാന്റെ സായുജ്യത്തിലേക്ക് എത്തണം. ഇതാണ് ജന്മസാഫല്യം. അതുകൊണ്ട് അതെനിക്ക് പറഞ്ഞു തരൂ. സൂതൻ നൈമിഷാരണ്യത്തിൽ ശൗനകാദികളോട് പറയുന്നു, വിഷ്ണുരാതേന സംപൃഷ്ടോ ഭഗവാൻ ബാദരായണി വാസുദേവേ ഭഗവതി നിമഗ്നഹൃദയോബ്രവീൽ. വിഷ്ണുരാതനാൽ ഇങ്ങനെ ചോദിക്കപ്പെട്ടപ്പോ, പരീക്ഷത്തിനാൽ ചോദിക്കപ്പെട്ടപ്പോ ബ്രഹ്മരാതനായിരിക്കുന്ന ആ സാക്ഷാൽ ബാദരായണി ശ്രീശുക ബ്രഹ്മർഷി ഭഗവാൻ, ഭഗവതി വാസുദേവേ നിമഗ്നഹൃദയ, ഭഗവാനായ വാസുദേവനിൽ നിറഞ്ഞ ഹൃദയത്തോടുകൂടി അല്ലെങ്കിൽ മുങ്ങിയ മനസ്സോടുകൂടി അബ്രവീത് പറഞ്ഞു എന്നാണ്. പരീക്ഷത്തിന്റെ ചോദ്യം വളരെ നന്നായി. ഭഗവാന്റെ മാഹാത്മ്യം കീർത്തിച്ചു കേൾക്കുമ്പോൾ ഭക്തന്മാരുടെ മനസ്സ് ഭഗവാനിലേക്ക് ലയിക്കും, അതങ്ങനെ മുങ്ങിക്കിടക്കും അതിൽ. അപ്പൊ പരീക്ഷത്ത് ചോദിച്ചപ്പോൾ തന്നെ
ശ്രീശുഖബ്രഹ്മർഷിയുടെ മനസ്സ് ശ്രീകൃഷ്ണ സാഗരത്തിൽ മുങ്ങിപ്പോയി, ലയിച്ചു ചേർന്നു എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ആ ശ്രീശുഖബ്രഹ്മർഷിയുടെ മറുപടിയാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ ശ്രീശുഖബ്രഹ്മർഷി പറഞ്ഞു തുടങ്ങും. കൃഷ്ണസ്യാസീൽ സഖാ കശ്ചിൽ, ശ്രീകൃഷ്ണനൊരു കൂട്ടുകാരനുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീരാമചരിത്രം ആരംഭിക്കുന്നത്. അതിന് ആ ശ്രീരാമാവിൻ്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ഒക്കെ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ, വാക്കുകളായി നമ്മളിലത് പെയ്തിറങ്ങട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഭഗവത്പാദങ്ങളിൽ ഈ അക്ഷരപൊതി സമർപ്പിക്കുന്നു. അത് അവിൽപ്പൊതിയായി ഭഗവാൻ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ഹരിയോം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം.
വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി